ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്? ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത്. വഞ്ചന നടത്തിയത് ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടും അല്ലേ? ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞിരുന്നത്. PSC മെമ്പർമാരുടെ അവരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. ഒരാൾക്ക് തൊഴിലില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് ജപ്തി ചെയ്യില്ല എന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരോട് നടത്തിയ കൊടും വഞ്ചനയാണ്. ആ വഞ്ചനയ്ക്ക് കേരളത്തിലെ ജനം ഒന്നടങ്കം ഈ വഞ്ചകനായ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും തിരിച്ചടിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ഘട്ടമായി ഇതിനെ അവർ ഉപയോഗിക്കും. ഓൺലൈൻ കച്ചവടം കേരളത്തിൽ നിയന്ത്രിക്കാൻ വേണ്ട നിയമ ഭേദഗതി നടത്തുമെന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ കച്ചവട വ്യാപാരി സമൂഹത്തോട് വാക്ക് നൽകി. വല്ല നിയന്ത്രണമുണ്ടോ? അടിച്ചേൽപ്പിക്കുകയല്ലേ വീണ്ടും വീണ്ടും ടാക്സുകൾ. വഞ്ചനക്ക് നേതൃത്വം നൽകുന്ന വഞ്ചകനായ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരല്ലേ? അവിടെയാണ് PV അൻവർ വഞ്ചകൻ എന്ന് പറയുന്നത്. പ്രവാസികൾ നിതാക്കാത്ത പ്രശ്നമുണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരും അവിടെ നിൽക്കേണ്ട, പെട്ടെന്ന് വരൂ, കടന്നു വരൂ, കേരളം അമേരിക്കയായിരിക്കുന്നു, കാനഡയായിരിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമായ പണം ഞങ്ങൾ നൽകാം, നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകാം, ഫ്രീ ആയിട്ട് ലോൺ നൽകാം, ഇൻട്രസ്റ്റ് തരണ്ട. എന്താ പ്രവാസികളുടെ സ്ഥിതി? തിരിഞ്ഞു നോക്കാനുണ്ടോ? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.